ലോകത്തെല്ലാവരെയും സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ചുറ്റുമുള്ളവരോട് കാരുണ്യം വേണമെന്ന് സദ്ഗുരു ശ്രീമാത അമൃതാനന്ദമയി ദേവി. പങ്കുവയ്ക്കാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണമെന്നും പുഷ്പത്തിന്റെ സുഗന്ധം കാറ്റിന്റെ ദിശ അനുസരിച്ചാണെങ്കിൽ നന്മയുടെ സുഗന്ധം എല്ലായിടത്തും പടരുമെന്നും അമ്മ പറഞ്ഞു. തൃശൂർ ബ്രഹ്മസ്ഥാന ക്ഷേത്ര മഹോത്സവത്തിന്റെ 2ാം ദിനത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുകയായിരുന്നു അമ്മ. സ്നേഹം കൊടുക്കാനും പിടിച്ചു പറ്റാനും മാത്രമാണെന്നുള്ള ചിന്താഗതി ഇല്ലാതാക്കുക. പകരമുള്ള സ്നേഹത്തിന് ഉറവ കണ്ടെത്തുക, അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ ശീലിക്കുക, ത്യാഗവും നിസ്വാർത്ഥവും പരിശീലിക്കുക. ജീവിതം ചിട്ടപ്പെടുത്തുമ്പം നമ്മളറിയാതെ തന്നെ ശ്രുതികൾക്ക് നടക്കും. അങ്ങനെ സുന്ദരവും ശ്രുതിമന്തമായ സംഗീതം പോലെ ജീവിതം നമുക്കും മറ്റുള്ളവർക്കും ഒരു സുഖകരമായ അനുഭവമായി തീരും. പ്രകൃതിയിൽ മനുഷ്യനൊഴിച്ച് മറ്റെല്ലാ ജീവജാലങ്ങളും വിനയത്തിൻ്റെ പ്രതീകമാണ്. അവയെല്ലാം അണുവിട വ്യത്യാസമില്ലാതെ നിയമം പാലിക്കും. ചെറുതും വലുതുമായ ഒരു ജീവി പോലും മറ്റുള്ള മുൻപിൽ ആധിപത്യം സ്ഥാപിക്കാനോ ഞാനാണ് വലുത് പ്രഖ്യാപിക്കാനോ ശ്രമിക്കാറില്ല. അതുകൊണ്ട് പ്രകൃതിയുടെ നിയമം മനുഷ്യനും ആ നിയമത്തിലേക്കില്ല. അതുകൊണ്ട് അതിൻ്റെ അഹന്തയ്ക്കും അവംഭാവങ്ങൾക്കും ഇവിടെ ഏറെ നിൽക്കാനാകില്ല. നമുക്ക് സന്തോഷവും സംതൃപ്തിയും ഉണ്ടാകില്ല. കാരണം ഒരു പ്രപഞ്ചത്തിൽ താളാത്മയ്ക്ക് എതിരായി സഞ്ചരിക്കാൻ ശ്രമിക്കുന്നവരാണ്.